പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാത ഭക്ഷണം എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് പ്രഭാത ഭക്ഷണം എന്ന പരിപാടിയിൽ നമ്മളിന്ന് ചിന്തിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വചനം വെളിപാട് ഗ്രന്ഥത്തിൽ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം തിരുവചനം പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 4-ാം തിരുവചനത്തിൽ സർവശക്തനായ ദൈവം എഴുതി വച്ചിരിക്കുന്ന വചനം ഇപ്രകാരമാണ്. അത് നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിക്കേണ്ടതാണ്. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരിക്കുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. ഈ വചനമാണ്. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമാധാനം എന്ന ആ വാക്കിൻ്റെ ശരീരരൂപമാണ് യേശു ക്രിസ്തു. സമാധാനം എന്നത് ഒരു ശബ്ദരൂപത്തിൽ പറഞ്ഞാൽ അതിൻ്റെ വ്യക്തിരൂപമാണ് യേശു ക്രിസ്തു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും സംസാരിക്കുന്നതുമൊക്കെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരിക്കുന്നവന് അധികാരം നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യത്തെ, യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ, യേശു ക്രിസ്തുവിൻ്റെ ആരാധനകളെ, യേശു ക്രിസ്തുവിൻ്റെ ദേവാലയത്തെ, യേശു ക്രിസ്തുവിൻ്റെ ബൈബിളിനെ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെ, പരിശുദ്ധിയെ, ജ്ഞാനത്തെ, വിവേകത്തെ സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, രാജ്യത്തു നിന്ന് എടുത്തു മാറ്റുക, എടുത്തു കളയുക. അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യം യഥാർത്ഥ സത്യവും നീതിയും സ്നേഹവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരുന്ന യഥാർത്ഥ വ്യക്തി, യഥാർത്ഥ ദൈവം എന്നത് യേശു ക്രിസ്തു ആണ് എന്നിരിക്കെ, ഈ യേശുവിനെ എടുത്തു കളഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും യേശുവിനെ എടുത്തു മാറ്റിക്കൊണ്ട് പിന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൃത്രിമ സമാധാനമുണ്ട്. ആ സമാധാനമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയും അതിക്രമവും അക്രമവും അശുദ്ധിയും അവിവേകവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കത്തോലിക്ക സഭ, നമ്മുടെ പ്രിയപ്പെട്ട സഭ അല്ലെങ്കിൽ സഭയുടെ അധികാരികൾ തന്നെ യേശു ക്രിസ്തുവിനെ എടുത്തു മാറ്റിക്കൊണ്ട് അവരുടേതായ സമാധാനം, അവരുടേതായ തത്വശാസ്ത്രങ്ങൾ, അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ സഭയിൽ നടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ഈ വലിയ ഖഡ്ഗം അഥവാ വാള് അഥവാ യുദ്ധം അഥവാ അസമാധാനം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സഭയിൽ കാണുന്ന ഒരുപാട് വേദന നിറഞ്ഞ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. എവിടെയാണോ അസ്വസ്ഥ ഉണ്ടാകുന്നത് അവിടെ യേശു ഇല്ല, യേശുവിനെ നമ്മൾ സ്ഥാപിക്കുന്നില്ല, യേശുവിനെ നമ്മളോട് കുടിയിരുത്തുന്നില്ല, യേശുവിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ യേശു ഇല്ലാത്തടത്ത് പിന്നെ എന്താണ് സംഭവിക്കുക? അവിടെ യുദ്ധമാണ്. അതിനൊരു വലിയ ഖഡ്ഗം, ഒരു വാള് നൽകപ്പെടുന്നു. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വെട്ടുവാനും കുത്തുവാനും നശിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു യുദ്ധവസ്തു. അതാണ് ഇന്നത്തെ കാലത്ത് തന്നെ മിസൈലിടുന്നോ അല്ലെങ്കിൽ ആണവ മിസൈലിടുന്നോ ഒക്കെ പറയാം. പ്രിയപ്പെട്ടവരെ, പിന്നീട് സംഭവിക്കുന്നത് യേശു ഇല്ലാത്തടത്ത് പിന്നെ ഉണ്ടാകുന്നതാണ് യുദ്ധം. ആ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നാശങ്ങൾ, നഷ്ടങ്ങൾ, ദുഃഖ ദുരിതങ്ങളുടെ ഒരു പട്ടിക തന്നെ. ഭക്ഷണമില്ലാത്ത അവസ്ഥ, വസ്ത്രമില്ലാത്ത അവസ്ഥ, കിടപ്പാടമില്ലാത്ത അവസ്ഥ, വെള്ളമില്ലാത്ത അവസ്ഥ, നരകയാതനകൾ അനുഭവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞ ഈ വചനത്തെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തിൽ യേശുവിൻ്റെ സമാധാനം, യേശു എന്ന വ്യക്തിത്വമുണ്ടോ, യേശു എന്ന ദൈവമുണ്ടോ, യേശു എന്ന ആ ശബ്ദമുണ്ടോ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും ആനന്ദവും നമ്മൾ തിരിച്ചറിയുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്തോട് ചേർന്ന് നമ്മൾ നിന്നാൽ നമ്മുടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ നഷ്ടപ്പെടും. നമ്മൾ ആധുനിക ലോകത്തുനിന്ന് ഒളിച്ചോടി ഒരു എളിമയുടെയും ഒരു സാധാരണ ജീവിതത്തിൻ്റെയും പട്ടികയിലേക്ക് മടങ്ങി, ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ ഈ വലിയ പ്രതാപവും ആഢ്യത്വവും ഈ ഗംഭീരമായ ഈ പ്രവൃത്തികളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു എളിമയുടെ തലത്തിലേക്ക്, താഴ്ന്ന തലത്തിലേക്ക് വന്നാൽ ക്രിസ്തു നമ്മൾ വസിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഒരു ധനാഢ്യനായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മളും ധനാഢ്യത്തിൻ്റെ പുറകെ, വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുറകെ, വലിയ ജോലിയുടെ പുറകെ, വലിയ ശമ്പളത്തിൻ്റെ പുറകെ ഒക്കെ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ യേശു ക്രിസ്തുവാണ്.
ഈശോനാഥനെ നമ്മളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ ഇടവകയിൽ നിന്നും, സഭയിൽ നിന്നും, ലോകത്തു നിന്നും എടുത്തു മാറ്റിയാൽ പിന്നെ അവിടെ സംഭവിക്കുന്നതാണ് ഖഡ്ഗം അഥവാ വാള് അഥവാ യുദ്ധം. പ്രിയപ്പെട്ടവർ, ഈ വചനത്തെ നമ്മൾ ധ്യാനിച്ച് ഈ പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ അതിനെ ഗ്രഹിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനത്തെ എടുത്തു കളയാൻ ഞാൻ അതിന് അധികാരം നൽകപ്പെട്ടു, അവനൊരു വലിയ ഖഡ്ഗവും നൽകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് വരാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ മഹത്വം എവിടെ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നു, എവിടെ നമ്മൾ തള്ളിക്കളയുന്നു, അവിടെ ഉണ്ടാകുന്ന അസമാധാനമാണ്, അവിടെയാണ് അശുദ്ധി ഉണ്ടാകുന്നത്, അവിടെയാണ് യുദ്ധം ഉണ്ടാകുന്നത്, വാളുണ്ടാകുന്നത്. വാൾ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ ക്രിസ്തുവില്ലാത്തതാണ്. ക്രിസ്തു ഉള്ളിടത്ത് സമാധാനമാണ്. ആ സമാധാനമാണ് യേശു. യേശുവിനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയോ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യേശു നഷ്ടപ്പെട്ടു പോയോ, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടു പോയോ, നമ്മുടെ ശാരീരിക പ്രവണതകളിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടു പോയോ, ക്രിസ്തുവിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയോ, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയോ എന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാനുള്ള ഈ പ്രഭാത ഭക്ഷണ പരിപാടിയിലേക്ക് നിങ്ങൾ കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എവിടെ നഷ്ടപ്പെട്ടു അവിടെ അസമാധാനമുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമാധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവില്ല, ക്രിസ്തു ഇല്ലെങ്കിൽ അവിടെ സമാധാനമില്ല. എന്നാൽ ക്രിസ്തു ഉള്ളിടത്ത് സമാധാനമുണ്ട്, ക്രിസ്തു ഉള്ളിടത്ത് സ്നേഹമുണ്ട്, ക്രിസ്തു ഉള്ളിടത്ത് സമാധാനമുള്ളിടത്ത് ക്രിസ്തുവുണ്ട്, അവിടെ ക്രിസ്തുവും സമാധാനവുമുണ്ട്. അതാണ് ദൈവം എന്ന യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ലോകം ഒരുങ്ങുന്ന കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തന്നുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ, ഈ പ്രഭാത ഭക്ഷണത്തിലെ പരിപാടി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ വചനം എടുത്തു വെച്ച് ഈ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ നിന്ന് എനിക്ക് എൻ്റെ യേശുവിനെ നഷ്ടപ്പെട്ടു പോയോ, ഞാൻ വലിയ IELTSഉം കാനഡ അമേരിക്ക ജോലികളുമൊക്കെ വാങ്ങി ഞാനിങ്ങനെ സമ്പൽ സമൃദ്ധിയിൽ മുങ്ങിത്താഴുമ്പോൾ, ഞാൻ വലിയ ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ എന്നിൽ നിന്നും എൻ്റെ ഈശോയുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയോ, എൻ്റെ ഈശോയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുവാൻ പഠിക്കുവാനുള്ള ഒരു സമയവും ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. അതിനാൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് ഇത്. അത് കുംഭസാരത്തിൽ കൂടെ, പരിശുദ്ധ കുർബാനയിൽ കൂടെ, ആരാധനയിലൂടെ, വചനപ്രഘോഷണത്തിൽ, വചന ശുശ്രൂഷയിൽ കൂടെ, ധ്യാനത്തിലൂടെ, മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തി ചെയ്തുകൊണ്ട്, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് നമ്മൾ കർത്താവിൻ്റെ തിരുസേനയിൽ കരഞ്ഞ് യാചിച്ച് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് വളർന്നുകൊണ്ട്, മറ്റുള്ളവർക്ക് അനേകം നന്മകളും സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാത ഭക്ഷണം എന്ന പരിപാടി നിങ്ങൾ ശ്രവിക്കുമ്പോൾ ഈ വചനം, വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ വചനത്തെ എടുത്തു വെച്ച് വായിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് യേശു ക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.